വെച്ചാല് കുറ്റിപ്പുറത്ത് നമ്മളൊരു ഇതിന്റെ ഭാഗമായിട്ട് എന്താ നമ്മൾ പറയുന്നത്, നമ്മൾ 3-4 ദിവസമായിട്ട് അവിടെയാണ്. അപ്പൊ ഇന്ന് തിരിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് പോവാം. അപ്പൊ കൊച്ചിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ട്രെയിൻ കയറിയിട്ട് എത്രയാ 11:45 അങ്ങനെ ഒന്നാണ് ട്രെയിൻ ടൈം വരുന്നത്. ഇപ്പൊ ട്രെയിൻ കയറി പിന്നെ നമ്മള് നോർമൽ ടിക്കറ്റ് എടുത്തത് പെട്ടെന്ന് നമ്മൾ നോർമൽ ടിക്കറ്റ് എടുത്ത് അവസാനം ബോഗിയിലേക്ക് പോവാം. നമ്മൾ ബോഗിയിലേക്ക് പോകുമ്പോൾ ട്രെയിൻ ഓൾറെഡി ഓണായി മൂവ് ചെയ്ത് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ഹലോ MRZ ഗ്യാങ്, തൊപ്പിയും തൊപ്പിയുടെ ഗ്യാങ്ങും വീണ്ടും വള്ളി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വള്ളി ട്രെയിനിലാണെന്ന് മാത്രം. ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അത് TTR വഴി പൈസ കൊടുത്തോ അല്ലെങ്കിൽ TTRൻ്റെ അടുത്ത് സംസാരിച്ചോ സ്ലീപ്പറിലോട്ടോ മറ്റ് കമ്പാർട്ട്മെൻറ്റിലോട്ട് മാറ്റുന്ന ഒരു പരിപാടി അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ പരിപാടി ജാസി, മമ്മു, ആദിൽ ഇവർ 3 പേരും കൂടെ ചെയ്യാൻ നോക്കി. അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ മമ്മു ബോധവും ഇല്ല, വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, ഒരു തേങ്ങാക്കൊലയും ആ ചെറുക്കനില്ല. പൊതുസ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞ ആൾക്കാരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പോലും ഈ മമ്മു എന്ന് പറയുന്നവൻ അറിഞ്ഞൂടാ. ഒരു ബോധവും ഇല്ലാത്ത വായി തോന്നിയത് എന്താണോ അത് വിളിച്ച് പറയുന്ന ഒരുത്തൻ, അതാണ് ഈ മമ്മു. ഇവൻ കാരണം ഈ തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള ബാക്കിയുള്ള ആൾക്കാരും കൂടെ പെടും, അല്ലെങ്കിൽ ഇവൻ എവിടെയെങ്കിലും കൊണ്ട് പെടുത്തും, അത് ഉറപ്പാ. വെച്ചാല് കുറ്റിപ്പുറത്ത് നമ്മളൊരു ഇതിന്റെ ഭാഗമായിട്ട് എന്താ നമ്മൾ പറയുന്നത്, നമ്മൾ 4-5 ദിവസമായിട്ട് അവിടെയാണ്. അപ്പൊ ഇന്ന് തിരിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് പോവാം. അപ്പൊ കൊച്ചിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ട്രെയിൻ കയറിയിട്ട് എത്രയാ 11:45 അങ്ങനെ ഒന്നാണ് ട്രെയിൻ ടൈം വരുന്നത്. ഇപ്പൊ ട്രെയിൻ കയറി പിന്നെ നമ്മള് നോർമൽ ടിക്കറ്റ് എടുത്തത് പെട്ടെന്ന് നമ്മൾ നോർമൽ ടിക്കറ്റ് എടുത്ത് അവസാനം ബോഗിയിലേക്ക് പോവാം. നമ്മൾ ബോഗിയിലേക്ക് പോകുമ്പോൾ ട്രെയിൻ ഓൾറെഡി ഓണായി മൂവ് ചെയ്ത് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ പോലീസുകാരുണ്ട്, അപ്പൊ ട്രെയിൻ തന്നെ പോലീസുണ്ട്. അപ്പൊ പോലീസുകാരൻ പറഞ്ഞ മോനെ ഒരു കാര്യം ചെയ്യും, പിന്നെ എന്താക്കി ഇവിടെ, അതായത് നമ്മള് സ്ലീപ്പറിന്റെ അടുത്താണുള്ളത്, മറ്റേ ജനറൽ ഗ്രൂപ്പിലേക്ക് കുറെ പോവാണ്ട് മോനെ ഇവിടെ കയറിക്കുന്ന TTR കണ്ടിട്ട് ജനറൽ ടിക്കറ്റ് കൺവേർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു സുഖം, നമുക്കത് സുഖം, അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക സ്ലീപ്പർ ആയിട്ട് പോകണം, കിടന്നിട്ട് പോകാം. നമ്മൾ നോർമൽ ടിക്കറ്റ് കൊണ്ട് TTR എടുത്ത് പോയി. TTR എടുത്ത് പോകുമ്പോൾ ഇയാൾ കാണുമ്പോൾ തന്നെ പറയുന്ന കാര്യം എന്താ അറിയോ, ഇപ്പൊ തൊമ്മാടികൾ നിങ്ങൾ പോലത്തെ നമ്മളെന്താ മുടി കണ്ടിട്ട് അങ്ങനെ പറയുന്നത്, ഇന്ന് തൊമ്മാടികളെ പോലത്തെ ആൾക്കാർ നിങ്ങൾ ട്രെയിനിൽ കയറുന്നത് പോടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് നോക്കി. ഞാൻ പറഞ്ഞു സാറേ നോർമൽ ടിക്കറ്റ് ആണ്, നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണത്. നോർമലി സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന പരിപാടി, അതായത് എന്താ പറയുക ഈ നോർമൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലേക്കോ ഏതിലോ വേണ്ട കൺവേർട്ട് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇയാൾ അപ്പാട് പോടാ നിങ്ങൾ ഡ്രഗ്സ് അടിക്കും, നിങ്ങൾ എന്തെങ്കിലും അടിച്ചു അങ്ങനെ വെച്ചിട്ട് ഇയാൾ ചൂടായി. ഫസ്റ്റ് ഞാൻ മാത്രം ഞാൻ പിന്നെ ഞാൻ പോയിട്ട് ആദ്യം മമ്മോട് പറയാടാ അവര് ഒരു കോടി വെഹിക്കലുണ്ടായി നടന്നു വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പിന്നെ എടാ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ എല്ലാം നമുക്ക് പോയി ചോദിച്ചോക്കാം. എന്നിട്ട് അങ്ങനെ ചോദിക്കാൻ പോയി. അപ്പൊ മുമ്പിൽ ആദ്യം നടന്നു കൊടുക്കുന്നത്, ആദ്യം മുമ്പ് പോന്ന് ഞാനും മമ്മും ബേക്കിലുണ്ട്. ഇയാളെ കണ്ടോടെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞത് ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്താക്കി ആദ്യം അടിക്കാൻ നോക്കി. അപ്പൊ സാറേ ഓനെ അടിക്കരുത് മൈൻഡാണ്. ഞാൻ പെട്ടെന്ന് എന്റെ 30 Pro എടുത്തിട്ട് അവള് വീഡിയോ ഓണാക്കി. അപ്പൊ ഓനെ അടിക്കരുത് മൈൻഡാ, 17 വയസ്സുള്ളൂ. എന്ത് മൈൻഡും കുറച്ച് തെറി വിളിച്ച് എന്തായി കഴിഞ്ഞാൽ എനിക്ക് എന്താ ഇറങ്ങി പോടാ ട്രെയിനിൽ, ഇങ്ങോട്ടൊക്കെ ആരുടെ ട്രെയിനിൽ കയറാൻ പറഞ്ഞു. ട്രെയിൻ അപ്പുറത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ട്രെയിൻ ഇറങ്ങാൻ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ വാതിലുണ്ടാവുക പുറത്തുള്ള വാതിൽ, അതിന്റെ അങ്ങോട്ടേക്ക് ഇവന്റെ കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കാൻ നോക്കി. നമ്മുടെ സാറെ നടക്കില്ല. ഞാൻ അപ്പൊ തന്നെ വീഡിയോ അപ്പൊ അയാൾ ഫോൺ പിടിച്ച് ഞാൻ ഫോൺ തിരിച്ചു വാങ്ങി. സാറെ ഒരിക്കലും പറ്റില്ല, സേഫ്റ്റി വേണം, നമ്മൾ വീഡിയോ എടുക്കണം പറഞ്ഞാൽ ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പറഞ്ഞ സാറേ നമ്മള് പോലീസുകാർ പറഞ്ഞിട്ട് ഏത് പോലീസുകാരെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോലീസുകാരൊക്കെ വിളിക്കാൻ പോയി. എന്നിട്ട് അയാൾ വിളിക്കാൻ പിന്നെ ഇങ്ങോട്ട് വന്നു. നമ്മൾ സാറ് പറഞ്ഞ സാറേ ഒന്നെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മൾ മാറിക്കോളൂ, സാർ ഇത് കൺവേർട്ട് ആയിത്തല്ലേ, ഇനി ഇത് കൺവേർട്ട് ആക്കിത്താ അവർ മനസ്സിലെന്ന് പറഞ്ഞു. എന്നിട്ട് കുറെ ഇവരെ തെറി വിളിച്ചു. നമ്മൾ സാറെ ഒരിക്കലും വിളിക്കാൻ പാടില്ല, മോശം പറഞ്ഞു. എന്നിട്ട് അയാൾ പോലീസിനെ വിളിച്ചുകൊണ്ടെന്ന് പോലീസ് സംസാരിച്ച സമയത്ത് 30 Pro മേടിച്ച് നമ്മൾ തിരിച്ച് മേടിച്ചു. ഇവന്റെ ആധാർ കാർഡ് മേടിച്ച് നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എൻ്റെ അടുത്ത് ആദ്യം മേടിച്ചിട്ട് ടിക്കറ്റ് മേടിച്ച് കുത്തി വരഞ്ഞ് ടിക്കറ്റ് തന്നില്ല. ടിക്കറ്റ് തരാതിരുന്നപ്പോൾ ഞാൻ ആദ്യം അടുത്ത് മമ്മോട് പോയി പറഞ്ഞാ അയാൾ ഇങ്ങനെ ടിക്കറ്റ് മേടിച്ചു തരുന്നില്ല. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി പോകുന്നിട്ട് നമ്മൾ രണ്ടാളും പോയപ്പോൾ ഈ പ്രശ്നം മൊത്തം ഉണ്ടാകുന്നു. അതിനോട് ചൂടായത് മൈനറാന്ന് പറഞ്ഞിട്ട് പോലും പിടിച്ച് അടിക്കാൻ നോക്കിയത്. ഇതാണ് ഇടയ്ക്ക് സംഭവം ഉണ്ടായത് വെച്ചാൽ TTR ഇവരോട് മോശമായിട്ട് ബിഹേവ് ചെയ്തു. ഒരു കാര്യവുമില്ലാതെ ചീത്ത പറഞ്ഞു, ഡ്രഗ്സ് ആണെന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവരിവിടെ പറയുന്നത്. ഒരു കാര്യമില്ലാണ്ട് TTR വന്നിട്ട് ഒരാളുടെ മെക്കിട്ട് കയറുക, അതും അവരുടെ ലുക്സ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവരെന്തേലും അങ്ങോട്ട് പറയാതെ അല്ലെങ്കിൽ എന്തേലുമൊക്കെ പ്രവർത്തിക്കാതെ ഒരു TTR സ്വന്തം ജോലി കളയുന്ന രീതിയിൽ ഒരു പെരുമാറ്റം നടത്തത്തില്ല. മിക്കവാറും ഈ മമ്മു എന്ന് പറയുന്ന ബോധവും വെളിവും ഇല്ലാത്തവൻ വാപോയ കോടാലി എന്ന രീതിയിലിരിക്കുന്ന അവൻ്റെ വാ വച്ചിട്ട് എന്തേലൊക്കെ പറഞ്ഞു കാണും. ഇനി ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. വേറെ കുറച്ച് ഞാൻ പിന്നെ കുറച്ച് കാണിച്ചു തരാം.
ഈ തൊപ്പിയുടെ കൂടെയുള്ള ആൾക്കാരാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല. പിന്നെ ഇപ്പോൾ ഈ കാണിച്ച വോയിസ് എന്ന് പറയുന്നത് ഇവർ എടുത്ത അല്ലെങ്കിൽ TTR മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ് എടുത്ത വീഡിയോ ആണ്. അതിൽ TTR ചൂടാവുന്നുണ്ട്, പക്ഷെ ഇവർ പറഞ്ഞ പോലെ പിടിച്ച് തള്ളുന്നതോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി വേറൊരു ലൈവ് ഉണ്ട് ഇവരിട്ട്. അതിൽ നിങ്ങൾ വോയിസ് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? മമ്മു അവൻ്റെ ബിഹേവിയറാണ് നിങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ സംസാരം ഒന്ന് കേൾക്കണം. പിടിച്ച് അവൻ്റെ ചെവിക്കലടിച്ച് പൊട്ടിക്കാൻ തോന്നും. അമ്മാതിരി രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത്. ഇവൻ്റെ വിചാരം ഇവരൊരു ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ക്യാരക്ടർ ഡ്രാമ കളിക്കാറുണ്ടല്ലോ, അതാണ് വരുന്നിടത്തും പോകുന്നിടത്തും എന്നുള്ള രീതിയിലാണ് ഇവൻ്റെ പെരുമാറ്റം. അത് പോലീസുകാരോടാണെങ്കിൽ ഇവൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. മുഖം കിട്ടാൻ വേണ്ടിട്ട് ഫേമസ് ആകാൻ വേണ്ടിട്ട് വരില്ല. ഫേമസ് ആണ് അതിന്റെ ഇടക്ക് ഒന്നും പറ്റില്ല. വേഗം എടുത്ത് അവിടെ അല്ലല്ല മുഖം കാണിക്കില്ല. അയ്യോ പോലീസാണ് മുഖം കാണിക്കലടാ. വക്കീലാണ് മുഖം കാണിച്ചോന്നാ കുഴപ്പമില്ല സാറേ. വേണേ പൈസ വില വേണമെങ്കിൽ വന്നു എവരെവിടെ സാറിനോട് നമുക്ക് ആദ്യം റെസ്പെക്ട് ശരിക്കും പോലീസുകാരൻ ഇങ്ങോട്ട് ഇവൻ്റെ പറകിൽ കൂടെ പോയതിനാണ് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് മുഖം കാണിക്കാൻ വരല്ലേ എന്നുള്ള രീതിയിൽ ഈ ബോധമില്ലാത്തവൻ സംസാരിക്കുന്നത്. ഓൾറെഡി ഓടി 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 പോലെ സാറ് ആ പ്രൂഫ് ഒന്ന് കാണിച്ചാ സാറ് വേഗം വാച്ചിങ് കൂടി മോശമായി വാച്ചിങ് കൂടിച്ചാ ഫേസ് വാല്യൂ വേണ്ടേ? എന്താ ഈ ആൾക്ക് ഫേമസ് ഒന്നാണ്. എന്താണ് ഇത് അവസ്ഥ? ഇതെന്താണ് നടക്കുന്നത്? ഇപ്പൊ പോയി ലൈവൊക്കെ പോയി. ഇത്രയും നേരം ലൈവാകുമ്പോ മാന്യത അല്ലെങ്കിൽ എന്ത് സാറ് പോണോ? ഞാൻ നോക്കിക്കോളൂ. ഓക്കെ ഇത്ര നേരം നമുക്ക് ഇപ്പം പോയാ ഞാൻ പറയാം. വീട്ടുകാർ ഇന്നോട് എന്തെങ്കിലും ചോദിച്ചത് എന്താ മെഡിക്കൽ എടുക്കാനാ? മെഡിക്കൽ അവര് മെഡിക്കൽ എടുക്കാൻ നമുക്ക് ടീച്ചർ ഓഡിറ്ററാണ്. വെറും മറ്റടുത്ത ചോദ്യമാണ് ചെക്കനോട് ചോദിച്ചത്. എങ്ങനെയാ മുത്ത എന്താണ് ചങ്ങാന്റെ പേര്? മുത്തിങ്ങോ ടീച്ചർ പേര് കൂടി മെഴുകിയിട്ടാണുള്ളതൊക്കെ പേടിച്ച് തൂറി മെഴുകിയിട്ടാണുള്ളത്. ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല. എല്ലാം സ്പ്രേ ഉണ്ടെങ്കിലും എടുത്തോട്ടെ. അടിച്ചോ അത്ര അടിച്ചോ. നമ്മളിപ്പോ സ്റ്റേഷനിലാണ് ഫ്ലൈറ്റ് തിന്നതാ. എന്ത് വർത്താനം അല്ലല്ല ഓനോട് ചോദിക്കണ്ടേ? അല്ല നീ എന്നാ പറ പ്രൂഫ് അപരാധിച്ച ഭർത്താവാണ് നിങ്ങൾ. എന്താ പേര് നോക്കട്ടെ? സാറിന്റെ ഇവനെ ഈ മൈനർ എന്ന് പറഞ്ഞ വ്യക്തിനെ അടിക്കാൻ നോക്കിയത് എവിടെ പോന്ന്? അവിടെ ചോറ് കൊടുക്കുന്നുണ്ടാ? നേരത്തെ ചോറ് കൊടുക്കുന്നുണ്ടാ സ്റ്റേഷനിൽ പോണ പോലും? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിക്കണ്ടേ? എന്താ അറിയേണ്ടത്? ഡ്രഗ്സ് അടിച്ചോ ചോദിക്കണം. ഒരു മിനിറ്റ് സാറിനുണ്ടോ അറിയാൻ പോലും? സാറ് എന്താണ് ഡ്രഗ്സ് അടിച്ചോ? അടിക്കാൻ പോകുന്നത് അറിഞ്ഞല്ലോ. അടിക്കാൻ പോയിട്ട് കേസ് കൊടുക്കും. കള്ളക്കേസ് കൊടുക്കുന്നു. നിങ്ങൾ തന്നെ അറിഞ്ഞല്ലോ കേസ് അറിഞ്ഞല്ലോ. പിള്ളേർ വീടെടുത്ത് കണ്ടന്റ് ആവട്ടെ. നമുക്ക് എന്താ കണ്ടന്റിന് കാണാം. ഡ്യൂട്ടി അടിക്കാൻ വരുത്താ മൈനർ അടിക്കാൻ വരുത്താ. എടുക്കണ്ടല്ലോ മാന്യമായ ആളോട്ട് എന്റെ ടീച്ചറുടെ പേര് എന്റെ മോന്റെ ഏജ് ഇപ്പൊ കൈ പിടിച്ചില്ലേ? ഇപ്പൊ കൈ പിടിച്ചോ?
ഇപ്പൊ കൈ പിടിച്ചോ ചോദിക്ക്. അവരുടെ കഥ എന്താ അവരുടെ പറയും. വീടുണ്ട് സാറേ, വീടുണ്ട്. പോയി ആ സാർ പോയി ഒന്ന് പോയി. ഒരാളോട് എങ്ങനെ സംസാരിക്കണം, അതും പ്രായത്തിന് മൂത്ത ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഈ മമ്മു എന്ന് പറയുന്ന അലവലാതിക്ക് അറിഞ്ഞൂടാ. ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ വള്ളി പിടിച്ച് കൊടുക്കും എന്നല്ലാണ്ട് മമ്മുനെ കൊണ്ട് വേറെ ഉപകാരമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു ഫോൺ എടുത്തിട്ട് ലൈവിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു 10,000 ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കാണാനുണ്ടായി കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമായി എന്നാണ് ഈ മമ്മുവിൻ്റെ വിചാരം. അതാണ് അവന് വായി തോന്നിയത് എടുത്ത് അങ്ങ് വിളിച്ച് പറയുന്നത്. ഇതിൻ്റെ പിറകെ വരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ പിറകെ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവനൊന്നും ആലോചിക്കുന്നില്ല. എന്തൊക്കെയാണ് ആ സമയത്ത് വായി തോന്നുന്നത് അതങ്ങ് വിളിച്ച് പറയുക. വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ മമ്മു എന്ന് പറയുന്നവനുണ്ട്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളത് ഒരു പോലീസുകാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മമ്മു എന്ന് പറയുന്നവനെ വള്ളി പിടിച്ച് ബാക്കിയുള്ള ആൾക്കാരെ നെഞ്ചത്തോട്ട് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ലല്ലോ. അവൻ വഴിയെ പോകുന്ന എല്ലാ വള്ളിയും പിടിച്ച് ഈ തൊപ്പീനെയൊക്കെ നല്ല പ്രശ്നത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വൈകാതെ എത്തിക്കും. എന്തായാലും ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അറിയാം ഈ ആരെങ്കിലും ഈ ഫോളോവേഴ്സിനെ കണ്ടിട്ടാണ് ഈ തുള്ളി ചാടുന്നതെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരാളും കൂടെ കാണില്ല. അത് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഓരോ വള്ളി കയറി പിടിക്കുമ്പോഴേ പറ്റുമെങ്കിലേ ഈ മമ്മു എന്ന് പറയുന്ന വിവരമില്ലാത്തവന് കുറച്ച് വിദ്യാഭ്യാസവും വിവരം ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നല്ല പണി എവിടെന്നെങ്കിലും ഈ ബോധമില്ലാത്തവൻ മേടിച്ചു കൊണ്ട് തരും. അത്രേ പറയാനുള്ളൂ. ശരി എന്നാൽ.